ഹായ് മക്കളെ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ നീറ്റിൽ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ച നല്ല റാങ്ക് കിട്ടുമെന്ന് കരുതിയ ഒരു പെൺകുട്ടി നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. സാർ, എനിക്ക് ടെൻഷൻ കാരണം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ നീറ്റ് എക്സാം തുടങ്ങുന്നതിന് തൊട്ടുമുട്ട്, അതായത് ഒരു 1:55 അവർക്ക് എന്തോ ഡൗട്ട് വന്നപ്പോൾ ഇൻവിജിലേറ്ററെ വിളിച്ചു. അപ്പോൾ ഇൻവിജിലേറ്റർ വേറെ എന്തോ കുട്ടിയായിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ അവർ കുറച്ചൊരു ഹാർഷായിട്ടാണ് പറഞ്ഞാൽ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ അങ്ങോട്ട് വരാം, ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഇത് കുട്ടിക്ക് ആകെ എന്താണ് ഫീലായി. പിന്നെ 2 മണിയായി, ബുക്ക്ലെറ്റ് തുറന്നപ്പോൾ ബുക്കിലുള്ളതൊന്നും കാണുന്നില്ല, കരച്ചിലൊക്കെ വന്ന് ടെൻഷനായിട്ട് അവസാനം അവൾക്ക് നീറ്റ് കിട്ടിയില്ല. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു മാത്രമല്ല, അവൾ അച്ഛൻ ഉപേക്ഷിച്ച ഒരു കുട്ടിയായിരുന്നു. ആൻഡ് നാട്ടുകാരൊക്കെ കൂടെ സ്പോൺസർ ചെയ്തിട്ടായിരുന്നു അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവൾക്ക് നീറ്റ് കിട്ടിയില്ല, വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്യാനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. എൻ്റെ അവളെ നാട്ടിലേതോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ, അതായത് എനിക്ക് ചെറുങ്ങനൊരു പനിയുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സൗണ്ട് എന്ന് മനസ്സിലാവായിരിക്കും. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നതും ഇതുപോലെ ഈ വർഷത്തെ നീറ്റ് ആരുടെയും സ്വപ്നങ്ങൾ എന്താവാൻ പാടില്ല, തല്ലിക്കെടുത്താൻ പാടില്ല. ആൻഡ് ഈ വീഡിയോ ശരിക്കും നിങ്ങൾക്കുള്ളതല്ല, നീറ്റിന് ഇൻവിജിലേറ്ററായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ്, നാട്ടുകാരുടെ ഗ്രൂപ്പിലൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. കാരണം നീറ്റിൻ്റെ ഇൻവിജിലേറ്റേഴ്സായിട്ട് പോകുന്നത് CBSE സ്കൂളുകളിലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ സയൻസ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാത്ത ടീച്ചേഴ്സാണ്. അതായത് CBSE സ്കൂളിലെ മലയാളം, അറബിക്, സോഷ്യൽ അധ്യാപകരൊക്കെയാണ് പോകുന്നത്. അപ്പം അവർ കണ്ട് അവരുടെ സർക്കിളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തായിരിക്കും, ഇത്തവണ പരീക്ഷാ ഹാളിൽ നിന്ന് പ്രശ്നങ്ങൾ കാരണം നീറ്റ് പലർക്കും നഷ്ടപ്പെടില്ല. ആൻഡ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എന്താണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, എല്ലാ അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ളതല്ല. കാരണം കേരളത്തിൽ നീറ്റിൻ്റെ ഇൻവിജിലേറ്റേഴ്സായിട്ട് പോകുന്നതിൽ 95% അധ്യാപകരും വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ചെറിയ ഒരു 5% ആൾക്കാരെന്താണ് പലപ്പോഴും ചില മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ മിസ്റ്റേക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുട്ടികളെടുത്തു നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നീറ്റ് എന്ന് പറയുന്നത് നമ്മളെ പഠന നോളജ് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല. അതായത് ബാക്കി ഏത് പരീക്ഷ ആയിക്കോട്ടെ, SSLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഈവൻ ഒരു പരിധിവരെ JEE അടക്കം എന്താണ്, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നീറ്റ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ എത്രത്തോളം പഠിച്ച് എന്നതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നും കൂടെ ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണെന്നാണ്. കാരണം കേരളത്തിൽ ഏകദേശം 10,000-40,000 to 50,000 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് കുട്ടികൾ +1 +2ൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലെ 95% കുട്ടികളും ആ ഫുൾ സിലബസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് റാങ്ക് കിട്ടാൻ തീരുമാനിക്കുന്ന അവരുടെ ആ നോളജ് ചെക്കിങ് മാത്രം. ആ നോളജ് എത്ര എഫിഷ്യൻ്റായിട്ട് ഈ 200 ചോദ്യങ്ങൾ 200 മിനിറ്റിൽ അവർക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന എക്സാം തന്നെയാണ് എന്ത്, നീറ്റ്. ഇതുപോലെ ഇത്രയും ടൈമിന് ഇമ്പോർട്ടൻ്റ് ഉള്ള വേറൊരു എക്സാമും ഞാൻ കണ്ടില്ല. എന്ന് മാത്രമല്ല, നീറ്റ് ഒരു ഹൈ സ്കോറിങ് എക്സാമും കൂടിയാണ്. അതായത് അറിയാവുന്ന ഒരു 5-6 ചോദ്യങ്ങൾ തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ എന്താണ് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവളുടെ 1 വർഷത്തെയോ 2 വർഷത്തെയോ പ്രിപ്പറേഷൻ എന്താവും, വേസ്റ്റ് ആവും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം എല്ലാ ഇൻവിജിലേറ്റേഴ്സും മനസ്സിലാക്കണം. അതായത് 2 മണി മുതൽ 5:20 വരെയുള്ള 2 മണിക്കൂറും 20 മിനിറ്റും നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷീറ്റ് ഫില്ല് ചെയ്ത് വെച്ച് ബാക്കി മുഴുവൻ സമയത്ത് എന്താണ്, കുട്ടികൾക്ക് ആൻസർ എഴുതാനുള്ളതാണ്, പരീക്ഷ എഴുതാനുള്ളതാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ വർഷം ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന കുട്ടി പറഞ്ഞത് 2 മണിക്ക് ടീച്ചർ എന്താണ് ഒരു 5 മിനിറ്റോളം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു. ഒരു 2:05 2 മണിയപ്പം എന്താ പറയുക, എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞത് എന്തൊക്കെയോ കാര്യം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പം അതിനൊന്നുള്ള സമയം 2 മണി മുതലല്ല, 2 മണിക്ക് മുന്നെയാണ്. അതായത് ശരിക്കും ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ ഇൻസ്ട്രക്ഷൻസും ആ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റിലും ആൻസർ ഷീറ്റ് ബുക്ക്ലെറ്റിലും എന്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും 2 മണിക്ക് മുന്നേ പറയാം. അതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും അതേപോലെ തന്നെ OMR ഷീറ്റും നിങ്ങൾ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഫില്ല് ചെയ്ത് തീർക്കാനുള്ള സമയം 2 മണിക്ക് മുന്നേ കൊടുക്കുക. അതായത് 2 മണിക്ക് മുന്നേ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അവരുടെ പേരും റോൾ നമ്പറും ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് OMR ഷീറ്റിൽ ഫില്ല് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം,
ഉള്ള സമയം 2 മണിക്ക് മുന്നെയാണ്. അതൊരു 1:45 കറക്റ്റ് സമയം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതൊരിക്കലും എന്തല്ല 2 മണിക്ക് നിങ്ങൾ OMR ഷീറ്റ് കൊടുത്ത് അവർ ഫില്ല് ചെയ്യാന്നുള്ള രീതിയിൽ 2 മണിക്ക് അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് 2 മണിക്ക് ബെല്ലടിക്കും. അവരെന്താണ് ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് കട്ട് ചെയ്തിട്ട് എക്സാം എഴുതി തുടങ്ങണം എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിലൊരു 5 മിനിറ്റ് നിങ്ങളെ ക്ലാസ്സിൽ വൈകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ്സിൽ നിന്നുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉള്ള കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യില്ല, നീറ്റ് കിട്ടില്ല. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയമാണ്. 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 25 മാർക്കാണ്. ആകെ മാക്സിമം ആ കുട്ടിക്ക് പോകാൻ പറ്റുക 75 മാർക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മണിക്ക് മുമ്പ് കുട്ടിയുടെ എല്ലാ സാധനവും ഫില്ല് ചെയ്ത് ചെയ്യാനുള്ള ഇത് കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ അറ്റൻഡൻസ് ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്തുണ്ട്, കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. അത് പറ്റുക എന്താ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുക. കുട്ടി ജസ്റ്റ് ഫോട്ടോ തരിക, സൈൻ വിടുക എന്നുള്ളതിലപ്പുറം എന്ത് ചെയ്യണ്ടില്ല, വേറൊന്നും കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കാരണം കുട്ടിയുടെ സമയം പോകുന്നതാണ്. ഒരു കുട്ടീൻ്റെ അടുത്ത് മാക്സിമം എന്താ ഒരു 30 സെക്കൻഡ് 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കത് തീർക്കാൻ പറ്റണം എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു വെരിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ഫോട്ടോ വെരിഫിക്കേഷൻ. സത്യം പറഞ്ഞാൽ ഫോട്ടോ വെരിഫൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ എന്നാലും എന്താണ്, കുട്ടി എക്സാം എഴുതാൻ വരുന്ന ക്യാമ്പസിലേക്ക് വരുന്ന അവരുടെ ആ ഒരു ഫ്രിസ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും കുട്ടികൾ എന്താണ് ഇങ്ങനെയുള്ള കള്ളത്തരം കളിക്കാനുള്ള ചാൻസ്. അതേ സ്ഥാനത്ത് നിങ്ങളെ ഫോട്ടോയെ ഇത് നീയല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വെരിഫിക്കേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു സംശയം ധനിപ്പിച്ചാൽ മതി കുട്ടിക്ക് ടെൻഷൻ ആവാൻ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും ജീവിതത്തിൽ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം. നിങ്ങളുടെ ഒരു ചെറിയ ഇത് മതി എന്ത്, ആ ടെൻഷൻ കൂട്ടാനും ക്വസ്റ്റ്യൻ എഴുതാതിരിക്കാൻ പറ്റാനും. ഇതൊക്കെ കുട്ടികൾ തരണം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മളെ മക്കൾ. അതുകൊണ്ട് തന്നെ എന്താ, വെരിഫിക്കേഷനൊക്കെ ഒന്ന് ലീനിയൻ്റ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് അത്രക്കും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മുകളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ കൈ വിറക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ചില കുട്ടികൾ പറഞ്ഞതാണ്, അവരുടെ ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ 2 ടീച്ചേഴ്സും പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികളൊന്നും പരീക്ഷയ്ക്ക് വരില്ല. അതുകൊണ്ട് ഈ കാലി ബെഞ്ചുകൾ ഉണ്ടാവും. ആ കാലി ബെഞ്ചിൽ ഇരുന്നിട്ട് നാട്ടിൽ എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ട്, ആ കോൺസെൻട്രേഷൻ പോയിട്ട് കുട്ടികൾക്ക് പരീക്ഷ മര്യാദയ്ക്ക് എഴുതാൻ പറഞ്ഞില്ല വന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജസ് കേൾക്കുക, തിരിച്ച് റിപ്ലൈ പറയുക, വീഡിയോ പ്ലേ ചെയ്യുക തുടങ്ങിയ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൻ്റെ പുറത്ത് പോയി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് അതൊക്കെ, അതായത് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികൾ അന്നേരം ഭയങ്കരമായിട്ട് അത് അജിറ്റേറ്റഡ് ആകും. ഓൾറെഡി ടെൻഷനിലാണ്, ഇവർക്ക് ഇത് പറയാനും പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം അത് അവർക്ക് എന്തായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടികളോട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നൈസായിട്ട് ബിഹേവ് ചെയ്യുക. ആ ഒരു 3 മണിക്കൂർ 20 മിനിറ്റും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ നീറ്റ് കിട്ടാതെ കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചു, ടീച്ചർ തിരക്കായിരുന്നു, ഞാൻ തിരക്കിലാണ്, കഴിഞ്ഞിട്ട് വരാമെന്നേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതെങ്ങാനും കുറച്ച് മോളെ ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തായാലും ആ കുട്ടി ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ ചാൻസ്. കുട്ടികൾ ആവശ്യത്തിലധികം ഡൗട്ട് ചോദിക്കും. ഈവൻ എന്ത് സംഭവിക്കാറുണ്ടെന്ന് ചിലപ്പോൾ OMR ഷീറ്റിൽ റോൾ നമ്പർ എഴുതുമ്പോൾ തെറ്റിപ്പോയിട്ട് കുട്ടി ടീച്ചർ ഇത് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അടക്കം, സാരല്ലടി നീ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തോ, ക്വസ്റ്റ്യൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് പോയിക്കോ, OMR എന്ത് ചെയ്താൽ ഞാൻ ചെറിയ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, MBBSയിലേക്ക് എത്തിയിട്ട് ആ കുട്ടിക്ക് MBBS എത്താനുള്ള ഒരു പ്രധാന കാരണം ആ ഇൻവിജിലേറ്ററാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം OMR ഷീറ്റ് തെറ്റിയ നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടല്ലോ, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോയേനെ. പക്ഷെ എന്താണ് ടീച്ചർ പറഞ്ഞത്, എടാ സാരല്ല നീ അത് മാറ്റി വെച്ചോ, നീ ഇപ്പം എന്ത് ചെയ്തോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ, ഞാൻ എന്ത് ചെയ്യാം പുതിയ OMR ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുത്തരാമെന്നു അവർ OMR ഷീറ്റ് കൊണ്ടു കൊടുത്തു, കുട്ടിക്ക് നീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത ജീവിതത്തിൽ എന്താ ഏറ്റവും വലിയ സ്വപ്നം പൂവണിക്കാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരാണ് ഇൻവിജിലേറ്റേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 2 മണിക്കൂറും 20 മിനിറ്റിലും ആ പരമാവധി സമയം കുട്ടികൾക്ക് ചോദ്യം എഴുതാൻ കൊടുക്കുക. വേറെ ഒന്നിനും നിങ്ങൾ കൊടുക്കണ്ട. എത്ര ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ വല്ലാതെ നിങ്ങൾ കടുംപിടുത്തം പിടിക്കരുത്. ഒരു കാരണവശാലും പരസ്പരം സംസാരിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്യരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. കാരണം അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന സമയമാണ്
ഒരിക്കൽ കൂടെ നന്ദി, ഒരുപാട് ഡോക്ടർമാരെ നാളെ നിങ്ങൾ സൃഷ്ടിക്കുന്നതിൽ. ശരി.